ക്രൂരതയുടെ ചരിത്രം അതിനേക്കാൾ ഭീകരമായ നിലയിൽ ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഞാൻ പറയുന്നു, നാം പലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കലാണ്. നാം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭക്ഷണം കഴിക്കാറില്ലാതെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾ പിശാചുക്കളല്ലെങ്കിൽ പിന്നെ ആരാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് എങ്ങനെയാണ് അവരെ ഇങ്ങനെയല്ലാതെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുക? എന്നിട്ടും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. ഈ മുസ്ലിം ഭരണാധികാരികളുടെ നിസ്സംഗതയിൽ പലസ്തീനികൾക്ക് വലിയ അമർഷമുണ്ടെന്ന് നാം അറിയാതെ പോകരുത്. ഷേഖ് മഹ്മൂദ് അൽ ഹസനാത്ത് എന്ന് പറയുന്നത് തുർക്കിയിലെ പ്രസിദ്ധനായിട്ടുള്ള യുവപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 14 ആളുകൾ രക്തസാക്ഷികളായി. കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം ഖുത്ബ നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട്, അതായത് 32,000-ൽ പരം വരുന്ന ആളുകൾ പലസ്തീൻ മണ്ണിൽ രക്തസാക്ഷിയായിട്ടും 70,000-ൽ പരം വരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടും 2 മില്യൺ ഭവനങ്ങൾ തകർന്നു പോയിട്ടും ഈ ഉമ്മത്തിനെ ഉണർത്താൻ എന്നെപ്പോലുള്ള പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, നമസ്കരിക്കാം. കാര്യമില്ലാത്തൊരവസ്ഥകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അറബ് ലോകത്തിന്റെ മുസ്ലിം ലോകത്തിന്റെ വല്ലാത്തൊരു നിസ്സംഗതയിൽ പലസ്തീൻ ജനത എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഹോദരങ്ങളെ ഷേഖ് മഹ്മൂദ് അൽ ഹസനാത്തിന്റെ പ്രഭാഷണം എന്ന് പറയുന്നത്. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യപ്പെടാനും അവരെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പെരുന്നാളുകൾക്ക് എന്തർത്ഥമാണുള്ളത്?